വിനോദ് താവഡയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം മറ്റു പലയിടങ്ങളിലും വിജയകരമായി പ്രവർത്തിച്ച ആളാണല്ലേ, ഫലം കണ്ടെത്തി കൊടുത്ത ഒരാളാണ്. ഉദാഹരണത്തിന് ബീഹാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമല്ല, പ്രവർത്തന രീതിയാണ്, ശൈലിയാണ് അത് ഫലവത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുതിയ ദേശീയ നമ്മുടെ പ്രസിഡന്റ് ചെറുപ്പക്കാരനായ ഈ മനുഷ്യൻ താവഡയെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ ഇത് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ, ഞാൻ സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ നാട്ടുകാർ ചിന്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കേരളം വല്ലാത്തൊരവസ്ഥയിലാണ്. എവിടെ കുത്തണം, ആർക്ക് കുത്തണമെന്നോ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണ് വോട്ടേഴ്സ്. ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇന്നും വാർത്തകൾ വരികയാണ്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾക്കും, ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും ശരി, മുസ്ലിം ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പോലും BJP ലോക്സഭാ സീറ്റുകൾ നേടിയിരിക്കുന്നു. നമ്മുടെ ഈസ്റ്റിൽ, സൗത്ത് ഈസ്റ്റിൽ വലിയ തോതിൽ BJP മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഗോവയിൽ നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും പല ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും BJPക്കൊപ്പം നിൽക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും ഇന്നലെയും അവർ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ സഭകളുടെ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ എന്നാൽ നമ്മളത് വീഡിയോ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വലിയ ആശങ്കയിലാണ് എന്ന് പറയുന്നു. ഞാൻ ചിന്തിക്കുന്നത് താവഡെ ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്നലത്തെ ആ പ്രസ്താവനയോടുകൂടി, ഇന്നലെയാണ് ഇതിൻ്റെ തീരുമാനം വന്നത്, ആ പ്രസ്താവനയോടുകൂടി ഇവർ ആശങ്കയിലാണ് എന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹത്തെ എങ്ങനെ ഒരുമിപ്പിച്ചു നിർത്തും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.